സന്തോഷി, നമ്മുടെ രാജ്യം ചില ചില്ലറ പ്രശ്നങ്ങള് ചർച്ച ചെയ്യപ്പെട്ട് നിൽക്കുക. ഭാരതാംബയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ശരിയാവുമെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപരം എന്നാണ് അർത്ഥം. രാഷ്ട്രപരമായ കാര്യങ്ങളാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തും ആയിക്കോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഭാരതാംബ ആരാണ്, എന്താണ്, എന്തിനാണ്, അതൊരു പ്രധാന കാര്യമാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോ അങ്ങ് പ്രണവവേദയുടെ ആചാര്യൻ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഭാരതാംബ എന്താണെന്ന് അങ്ങനെയാണ് ഇപ്പൊ പറയാനുള്ള ഏറ്റവും യോഗ്യം. അത് അങ്ങൊന്ന് വളരെ ചുരുക്കമായിട്ട് അറിവിലേക്ക്, നമ്മുടെ ജനതയുടെ അറിവിലേക്കായിട്ട് വളരെ ചുരുക്കി ഒന്ന് പറയണം. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആളുകൾക്ക്. ഇതൊരു അന്ധവിശ്വാസമല്ലേ ഒന്ന്, ഇത് മതപരമല്ലേ രണ്ടാമത്തെ ചോദ്യം, 3 എന്തുകൊണ്ട് ഭാരതം എന്ന രാഷ്ട്രത്തിന് ഭാരതാംബ എന്ന് പേരിട്ടു? നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിന് എന്തുകൊണ്ട് മാതൃഭാവത്തിൽ കാണുന്നു, എന്തുകൊണ്ട് പിതൃഭാവത്തിൽ കാണുന്നില്ല? അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതുപോലെയുള്ള 100 ചോദ്യങ്ങളുണ്ട് ഇതിന്റെ മുമ്പില്. അപ്പൊ അങ്ങ് അതിനൊരു മൊത്തമായ ഒരു ലഘു വിവരണം തന്നാൽ മതി. ഇതിപ്പം ചോദ്യങ്ങൾ ഇഷ്ടം പോലെ അതിനകത്ത് ആവിർഭവിക്കാനുണ്ട് ഓരോന്നായിട്ട്. ഇത് എവിടുന്ന് വന്നു ഈ ഭാരതാംബ? ഈ ഭാരതാംബയുടെ ചിത്രം ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടാക്കി, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ആരുടെ ഭാരതാംബ എന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം. അപ്പൊ ഇവരെവിടെയാണ് നിൽക്കുന്നത്? ഈ ചോദിക്കുന്ന ആളുകള് നമ്മുടെ രാഷ്ട്രത്തെ, ജനങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വമാണെങ്കിൽ അവരേത് തലത്തിലാണ് അവരുടെ മനോഭാവം, അവരുടെ മനസ്സെവിടെയാണ്, ചിന്ത എവിടെയാണ്, അവരുടെ ബുദ്ധി വൈകല്യം ഉണ്ടായിട്ടുണ്ടോ, അല്ലെ ബുദ്ധിക്ക് വികാസം ഇല്ലയോ, എന്താണ് പ്രശ്നമാണ്? ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി, എന്തിനാണ് കാവിക്കൊടി അല്ലെ? 100 ചോദ്യങ്ങൾ ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഓരോ കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അത് എന്തിനെ പ്രതിനിധീകരിക്കുന്ന, എന്താണ് അവരുടെ ഉദ്ദേശിക്കുന്നത്, അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ എന്താണ് അർത്ഥം? പച്ച നുണയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതിന് എന്തെങ്കിലും നാക്കിന് എല്ലില്ലെന്ന് പറയുമ്പോൾ ആ നാക്ക് എന്തും പറയാനുള്ളതാണോ? നമ്മള് വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും, ഭാരതാംബയെ നമസ്കരിക്കുന്നു. ആ ചോദ്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, ശരം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പൗരാണിക കാലത്തെ നാം മറക്കാതിരിക്കുക എന്നുള്ളതാണ്. കാലചക്രം തിരിയുക തന്നെയാണ്, ശാസ്ത്രബോധത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രയാണത്തില് പ്രമാണമാക്കേണ്ടത്, അടിസ്ഥാനമാക്കേണ്ടത് പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ മാത്രമല്ല, അത് അടിവരയിട്ട് പറയാണ്. കാരണം കാലം സഞ്ചരിക്കുക തന്നെയാണ്. വിചാരത്തിന്റെ ധാരണയാവണം നമ്മുടെ ജീവിതം. വികാരധാരയിലാണ് ഇപ്പൊ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വയം കുഴി തോണ്ടുന്നത്, അർത്ഥമറിയാതെ സംസാരിക്കുന്നത്. ഇപ്പൊ ഭാരതത്തിന്റെ പൗരാണികതയുടെ അടിസ്ഥാനം പൗരാണങ്ങളെ ആസ്പദമാക്കിയാണ് പൗരാണികൻ എന്നൊക്കെ പറയുന്നത്. പുരാണങ്ങളെ കുറിച്ച്, നമ്മളുടെ വേദങ്ങളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ളവർ എന്നാണ് പൗരാണികൻ എന്ന് പറഞ്ഞ അവസ്ഥ. ആ ഭാരതത്തിന്റെ പൗരാണിക അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്, വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ത്രികാല ഗുണ കർമ്മ സ്വഭാവ വിചാരധാരയാണ് ഭാരതത്തിന്റെ വേദങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഈ ഭാരതാംബയുടെ കാര്യത്തിലും ഞാനിത് പറഞ്ഞു വരുമ്പോൾ, അറിവിനെ സ്വീകരിക്കുമ്പോൾ അജ്ഞതയ്ക്ക് ഇടം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഭാരതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതങ്ങൾക്ക് ഇടം ഇല്ലാത്ത ഇടമാണ്, അഭിപ്രായങ്ങൾക്ക് ഇടമില്ലാത്ത ഇടമാണ്, അറിവിന് പ്രാധാന്യമുള്ള ഇടമാണ്. കാരണം എന്താന്ന് വെച്ചാൽ കാലം പരിണാമത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തിനും എന്ത് വേണം? പരിണാമം ആവശ്യമായിട്ട് വരും. ഇപ്പൊ മതങ്ങളുടെ അഭിപ്രായങ്ങളല്ല, അറിവുകൾക്ക് പ്രാധാന്യം വരും. ഹൈന്ദവീയതയെ മതമാക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഹൈന്ദവീയത എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ പേരാണ്. ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രചിന്തയിൽ വിശ്വസിക്കുന്നവരുടെ പേരാണ് ഹൈന്ദവർ. മതങ്ങൾക്ക് വേണ്ടിയോ മതവാദത്തിന് വേണ്ടിയോ ഹൈന്ദവീയതയെ മതമെന്ന് വിളിക്കുന്നത് ചരിത്രം മറക്കുന്ന അല്ലെങ്കിൽ ചരിത്രം പൊറുക്കാത്ത തെറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മതചിഹ്നമാണെന്ന് പറയുമ്പോൾ ഭാരതത്തിലെ ഹൈന്ദവീയത എന്ന് പറയുന്നത് മതമല്ല, ഹിന്ദുയിസം മതമല്ല എന്നുള്ളത് ആദ്യം അറിയണം. ഭാരതത്തിന് മതമില്ല എന്നുള്ളതാണല്ലോ സത്യം. അതെ, പലരും ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഭാരതം മതങ്ങളുടെ മാതാവാണ്, ഹൈന്ദവീയത മതങ്ങളുടെ മാതാവാണെന്നൊക്കെ. ഒരിക്കലുമല്ല. ഭാരതം മതങ്ങൾക്ക് ഇടം കൊടുക്കാത്ത മണ്ണാണ്. ഭാരതം മതമില്ലാത്ത നാട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാരതമാണ്.
അതായത് അറിവാണ് ഇവിടെ വേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഭാരതത്തിന്റെ പേരാണ് ആദ്യം നമ്മൾ ഈ ഭാരതാംബ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത്. ഞാൻ ഏറ്റവും ചുരുക്കി പറയാൻ കേട്ടോ. ചുരുക്കി പറയണം. ഭാരതം എന്ന് പറയുമ്പോ നമ്മൾ കേട്ടതല്ല ഭാരതം. അനാദികാലം മുതല് മാനവരാശിക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് പേര് കിടന്നലയുണ്ട്. അതിനകത്ത് മന്ത്രവാദികളുണ്ട്, തന്ത്രവാദികളുണ്ട്, യന്ത്രവാദികളുണ്ട്, മതവാദികളുണ്ട്, നാസ്തികവാദികളുണ്ട്. ഇവരെല്ലാവരും പരക്കം പായുന്നുണ്ട്. ഭീകരവാദികളും ദൈവമില്ലാതെ സ്ഥാപിക്കാനായിട്ട് നടക്കുന്ന നാസ്തിക ഇടതുപക്ഷക്കാരും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നാസ്തികത എന്ന് പറഞ്ഞാൽ ഒരു മതമാണ്. അപ്പൊ വേദമില്ലാത്ത മതമാണത്, അറിവില്ലാത്ത മതം. അപ്പോ നമ്മുടെ രാവണപക്ഷം പോലെ. അതെ, രാവണപക്ഷം പോലെ. അപ്പോ യഥാർത്ഥ വസ്തുതയാണ് പറയുന്നത്. ഭാരതം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം നമ്മൾ അറിയുമ്പോഴാണ് ഈ ഭാരതാംബയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ കൂടുതൽ എളുപ്പം കിട്ടുക. എങ്ങനെ കേട്ടിരിക്കുന്ന ഈ ഭാരതം എന്ന് പറയുന്ന പേര് ഉണ്ടായത്? ഭരതൻ ഭരിച്ചത് കൊണ്ട് ഭാരതം എന്നുള്ള അവസ്ഥയല്ല ഉള്ളത്. അല്ല, ഭരതം ഭരിച്ചുകൊണ്ട് ഭരതമല്ലേ വരുള്ളൂ, ഭാരതം വരില്ലല്ലോ. ഭാരതം വരില്ലല്ലോ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, ഭരതൻ ഭരിച്ചുകൊണ്ട് ഭാരതം എന്നാണ് പറയുന്നത്. ഭാരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നർത്ഥം. ഭാരൻ വിഷ്ണു എന്ന അർത്ഥം. തം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ വൈഷ്ണവ ലോകത്താൽ, ഹരിത ലോകത്താൽ, സസ്യലോകത്താൽ ജന്തുലോകത്തെ തീർക്കുന്നിടം, ജന്തുലോകത്തിന്റെ ഗർഭപാത്രം തീർക്കുന്നിടം, ജീവനെ ജനിപ്പിക്കുന്നിടം എന്നൊരർത്ഥം ഭാരതത്തിനുണ്ട്. അത് കൂടാതെ ഭ എന്ന് പറഞ്ഞാൽ ശോഭ, തണൽ, നിഴൽ, ഛായ എന്നൊക്കെയാണ് അർത്ഥം. ഇത് സസ്യലോകത്തിന്റെ സ്ഥിതിയുടെ ഗുണമാണ്, സത്വഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭ എന്ന് പറയുന്ന അക്ഷരം. ഭ എന്നാൽ സത്വഗുണം, ര എന്നാൽ രജോ ഗുണം, തം എന്നാൽ തമോ ഗുണം. ഇത് 3 ചേർന്നതാണ് ഭാരതം അല്ലേ? അതെ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വരജ തമോ ഗുണ കാരണമായ ദൈവ ജൈവ ശൈവ കണങ്ങളെ ദൈവമായി കണ്ടെത്തി ആരാധിക്കുന്ന ഇടം, അത് ഇവിടമാണ്. മുമ്പ് അങ്ങ് പറഞ്ഞ ഭാരൻ വിഷ്ണുവാണ്. ആ വൃക്ഷലോകമാണ്, ഹരിതലോകമാണ്, പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ പ്ലാനാണ് സർവ്വതും. ആ ഭാരനാണ് രജോ ഗുണത്തെ സൃഷ്ടിക്കുന്നത്. ആ ഭാരന്റെ പൊക്കിൾക്കുടിയിൽ നിന്നാണ് രതിഗുണം ജനിക്കുന്നത്. വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളുടെ ജ്ഞാനത്തിന്റെ ഗുണമായിരിക്കുന്ന രജോ ഗുണം ജനിപ്പിക്കുന്നതിന് കാരണം വിഷ്ണുവാകുന്നു, ഭായാകുന്നു. ഭാരനെ ജനിപ്പിക്കുന്നത് തമാകുന്നു, തമ്മാകുന്നു, തമോ ഗുണമാകുന്നു, അത് ശൈവ ഗുണമാകുന്നു, ഈ ഭൂമിയുടെ ഗുണമാകുന്നു. ഈ ഭൂമിയുടെ ഗുണമാണ്, മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണമാണ് തം എന്ന് പറയുന്ന ഗുണം. തമോ ഗുണം തമസ്സിന് കാരണമായിരിക്കുന്ന, നിഴലിന് കാരണമായിരിക്കുന്ന, പ്രകാശത്തെ മറച്ച് ഇരുളിനെയും സൃഷ്ടിക്കുന്ന ഗുണം തമോ ഗുണം. നമ്മളുടെ ശരീരത്തിനും നിഴലിനെ സൃഷ്ടിക്കുവാനുള്ള ഗുണമാണ് തമോ ഗുണം. മണ്ണും ജലവും ചേരുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. ആ തമോ ഗുണത്തിൽ നിന്നാണ് സത്വഗുണമായിരിക്കുന്ന സസ്യലോകം വിരിയുന്നത്. മണ്ണും ജലവും ചേരുമ്പോഴാണ് സസ്യലോകം വിരിയുന്നത്. ആ സസ്യലോകത്തിന്റെ നാഭിയിൽ വിരിയുന്ന സഹസ്രദള പത്മത്തിലാണ് രജോ ഗുണം വിരിയുന്നത്. ഭാരതാംബ എന്നുള്ള ആ നാമധേയം സൃഷ്ടിപരമായ ഒരു കാര്യമാണല്ലോ. അതെ. അത് എവിടുന്നുണ്ടായി? ആരാണ് അങ്ങനെ ഒരു പേരിട്ടത് ഭാരതം എന്നുള്ളത് അർത്ഥത്തിന്? ഭാരതാംബ. അതിലേക്ക് വരാം. അപ്പോ സത്വരജോ തമോ ഗുണ കാരണമായ ദൈവ ജൈവ ശൈവ ഗണങ്ങളെ ദൈവമായി കണ്ടെത്തി ആരാധിക്കുന്ന ഇടം, ആ ഇടം തന്നെയാണ് ഇവിടെ നിന്ന് എല്ലാവരും അറിഞ്ഞാൽ. ഏറ്റവും മോഡേൺ രീതിയിൽ പറഞ്ഞാൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഗണങ്ങളെ, ദൈവ ജൈവ ശൈവ ഗണങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായി കണ്ടെത്തി 6ാം ഉന്നതരത്തിലുണ്ടായിരുന്ന 33 കോടി ഇനം ജൈവസമ്പത്തിനെ ദൈവസമ്പത്തായി കണ്ട് ഇന്ദ്രഗുണത്താൽ അവയെ പുനഃസ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ പുനർജനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യിക്കുവാനായിട്ട് ശാസ്ത്രത്തെ വലിച്ചെറിഞ്ഞ് ശാസ്ത്രത്തെ പ്രണയിച്ച് ലോകത്തിന്റെ തറവാടായിട്ട് മാറിയ ഇടമാണ് ഭാരതം. ഇന്ദ്രഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണമുള്ള വായുവിന്റെ ഗുണമാണ്. ആ ഇന്ദ്രഗുണമുള്ള സത്വഗുണമുള്ള വായുവിന്റെ പ്രസ്ഥമാണ് ഇന്ദ്രപ്രസ്ഥം. അതായത് ഇന്ദ്രഗുണത്തെ നിറയ്ക്കുന്ന സത്വഗുണമുള്ളവന്റെ, ശാസ്ത്രബോധമുള്ളവന്റെ, നരേന്ദ്രനായവന്റെ പേരാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ സസ്യലോകത്തിന്റെ സത്വഗുണമുള്ള ആ പാലാഴിയുടെ പ്രസ്ഥമാണ് ഇന്ദ്രപ്രസ്ഥം. സത്വഗുണത്താൽ ഇന്ദ്രിയങ്ങളെ ജനിപ്പിക്കുന്ന ഇന്ദ്രഗുണദേശമായ ഭാരതത്തിന്റെ
ഇന്ദ്രപട്ടത്തിന്റെ പേരാണ് ഇന്ത്യ. ജൈവ സമ്പത്തിന്റെ പരംവൈഭവത്തിനായി സത്വഗുണത്തെ സനാതനമായി നിലനിർത്തുവാൻ ഭാരതത്തെ ശാസ്ത്രത്തിന്റെ ദശപീഠങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതീയർ ഒരു നാടിനെയും അടിമകളാക്കിയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ തത്വവും പറഞ്ഞുകൊണ്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു നാടിനെയും യുദ്ധം ചെയ്യുവാനോ അടിമകളാക്കാനോ മുതിർന്നിട്ടില്ല. നമ്മൾ ഏറ്റവും രസകരമായിട്ട് അറിയേണ്ടത് ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഭാരതദേശത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹിമവാനാണ്. ഹിമവാന്റെ പുത്രി പാർവതിയാണ്. അത് ജലമാണ്. ആ ജലം ജീവനാണ്. ആ ജീവനെ പർവ്വതീകരിക്കുന്ന ഏറ്റവും വലിയ ഭൂമിയിലെ ടവറായിരിക്കുന്ന ഹിമാലയത്തിന്റെ പുത്രിയായിരിക്കുന്ന പാർവതിയാണ് ഭാരതാംബ. ഭാരനാൽ തം തീർക്കുന്ന, ജീവനെ തീർക്കുന്ന, ഗർഭപാത്രം തീർക്കുന്ന, ജീവനെ സൃഷ്ടിക്കുന്ന, സർവ്വജീവനും പർവ്വതീകരിക്കുവാൻ കാരണമായിരിക്കുന്ന ഈ ശൈവ നിലയത്തിന്റെ ഈ ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന മഹിയുടെ ഭാര്യയായിരിക്കുന്ന ആ ശ്രീ പാർവതിയാണ് ഭാരതാംബ. ലോകത്തില് മുഴുവൻ ജീവലോകത്തിനും വിലാസം തീർക്കുവാൻ കൈലാസത്തിൽ ഉയർന്നു നിൽക്കുന്ന ഹിമയും മഹിയും ചേർന്ന് ഉയർന്നു നിൽക്കുന്ന ആ മഹിളയുടെ പേരാണ്, ആ വാഗ്ദേവിയുടെ പേരാണ്, ആ സരസ്വതി ഭാവത്തിൽ ഭൂമിയെ ഈ ആകാശത്തെ മാറ്റുന്ന ആ വൈഭവത്തിന്റെ പേരാണ് ഭാരതാംബ. തീർത്ഥഭൂവാണിത്. അവിടെ മതത്തിനോ മറ്റേതെങ്കിലും വിഭാഗങ്ങൾക്കോ യാതൊരു സാധ്യതയുമില്ല, ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഏത് ജീവന്റെയും ഹൃദയത്തിനകത്ത് തുടിക്കുന്ന, ആ ഹൃദയത്തിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന രുദ്രനാൽ രുദ്രവർണ്ണമായിരിക്കുന്ന ആ ജലം തന്നെയാണ്. ആ ജലം തന്നെയാണ് ജീവൻ. ആ ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ. ആ ജലത്തിനാണ് ഈ ത്രിഗുണമുള്ളത്. രജോ സത്ത് തമോ ഗുണങ്ങളിലൂടെ ആ ജലം മാഞ്ഞു പോകുന്നതുമാകുന്നു, നമ്മുടെ ജീവൻ മായുന്നതുമാകുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഭാരതാംബയെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വർണ്ണം സൂര്യന്റെ കാവിവർണ്ണമാണ്. ആ കാവിവർണ്ണമാണ് ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ പതാക സൂചിപ്പിക്കുന്നത്. ആ കാവിവർണ്ണം സപ്തവർണ്ണങ്ങളെയും വിരിയിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ കാവിവർണ്ണം തന്നെയാണ് ജലത്തെ ജനിപ്പിക്കുന്ന വർണ്ണം. നമ്മൾ ആക്ച്വലി സമുദ്രജലമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ. അതിന് ക്ഷാരഗുണമാണ്. ദിതിയുടെ പുത്രിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, സതിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, അതിഥിയുടെ പുത്രിയായിട്ട് പാർവതിയായിട്ട് ജലം പർവ്വതത്താൽ ഹിമവാന്റെ വൈഭവത്താൽ വന്നെത്തുന്ന മഹിമയെ ഏകുന്ന, മഹിയെ മാധവമാക്കുന്ന, മണ്ണിനെ മാധവമാക്കുന്ന ഈ പാർവതി. ആ പാർവതിയാണ് ആ ജലത്തിന്റെ, ആ തീർത്ഥത്തിന്റെ പുണ്യഭൂമിയാണ് ഭാരതാംബ. ഇത് ഈ സയൻസിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മോഹൻജി നമുക്ക് ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയുള്ളത്. ഈ സത്വഗുണമുള്ള വായുവിനെ സൃഷ്ടിക്കുന്നത് ഈ ഹരിതലോകമാണ്. ആ ഹരിതലോകമാണ് ഈ മഹിയെയും ഹിമയെയും ചേർത്തുയർത്തി വിലാസം തീർക്കുന്നത്, കൈലാസം തീർക്കുന്നത്. സർവ്വജീവലോകത്തിനും ഭൂമിയിൽ വിലാസം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ആർക്കും കീഴടക്കാൻ പറ്റാത്ത രീതിയിൽ മഹിയെയും ഹിമയെയും ചേർത്തുയർത്തി വെക്കുന്ന മഹാവൈഭവമാണ് ഭാരതത്തിന്റെ ഈ ദേവതാഭാവം. ആ മാതൃത്വം കൊണ്ട് തന്നെയാണല്ലോ ഇതിനെ വിമർശിക്കുന്നതും. അതെ. അതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? വേദം പറയുന്നത് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുതയാണ്. മൃത്യുഭാവത്തിൽ നിന്നും മാതൃഭാവത്തിലേക്ക് ഈ ദേശത്തെ നീക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ദേശത്തെ മൃത്യുഭാവത്തിൽ നിന്നും മാതൃഭാവത്തിലേക്ക് മാറ്റി നിർത്തുവാനായിട്ട് ഈ പാർവതിക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം ആകാശം മൃത്യുവിന് കാരണമായ തമസാണ്. ആ തമസിന്റെ പുത്രിയായിരിക്കുന്ന പാർവതിക്ക് മാത്രമേ, നിറമില്ലാത്ത പാർവതിക്ക് മാത്രമേ വർണ്ണത്തെ ജനിപ്പിക്കുവാൻ, ജീവനെ ജനിപ്പിക്കുവാൻ, സ്വരത്തെ ജനിപ്പിക്കുവാനുള്ള കഴിവുള്ളൂ. ആ പാർവതിക്കാണ് മൃത്യുവിനെ ജയിക്കുവാനുള്ള ശേഷിയുള്ളൂ. മൃത്യുവിനെ ജയിക്കുന്ന ആ മാതൃത്വത്തിന്റെ നാടാണ് ഭാരതം. സന്തോഷി, നമ്മൾ അറിഞ്ഞും അറിയാതെയും പോലും മോഹാലസ്യപ്പെടുന്ന ഒരാളിന്റെ അടുത്ത് എത്ര കൊച്ചു കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിൽ ആരാണെങ്കിലും ആദ്യം ജലം എവിടുന്നേലും തുള്ളി വെള്ളമാണല്ലോ മുഖത്ത് തളിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാർവതി, ആ മാതൃത്വം അവിടെ ചെല്ലുമ്പോഴാണല്ലോ ബോധക്ഷയത്തിൽ നിന്ന് ഉണരുന്നത്. നല്ല തീർത്ഥം. ശാസ്ത്രം നേരിട്ട് അറിവുണ്ടായിട്ടല്ല ആളുകൾ ഇത് ചെയ്യുന്നത്, പക്ഷെ അറിയാതെയാണ് ചെയ്യുന്നത് ശാസ്ത്രമാണ്. അപ്പം നമ്മളുടെ നാടിന്റെ തീർത്ഥശുദ്ധിയാണ്. ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള, തീർത്ഥത്തിന് പ്രാധാന്യമുള്ള, ലോകത്തിലെ മുഴുവൻ നദികളാൽ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥഭൂവായിരിക്കുന്ന ഭാരതത്തിലെ
ശവസംസ്കാരം പോലും അഗ്നിക്കിരയാക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മണ്ണിൽ കുഴിച്ചിടാതിരിക്കുന്നതിന് കാരണം ഈ നമ്മുടെ മാതൃത്വത്തെ മൃത്യുവിലേക്ക് കൊണ്ടുപോകാതെ അത് മാതൃത്വമായി, ഭാരതാംബയായി, അമ്മയായി, തേൻ തൂക്കുന്ന പാൽ ചുരത്തുന്ന മാതൃത്വത്തിന്റെ ആ കളിത്തൊട്ടിലായിട്ട് ഈ ഭാരതത്തെ മാറ്റുവാനായിട്ട് നമ്മളെല്ലാവരും അമ്മയായി തന്നെ ഈ പ്രപഞ്ചത്തെ, ഈ ഭാരതാംബയെ അമ്മയായി തന്നെ കാണണം. ആ അമ്മ എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. അത് നമ്മുടെ നാവിലുള്ള ആ ജലം തന്നെയാണ്. നമ്മുടെ ജീവനായിരിക്കുന്നതും ആ ജലമാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ആ ജലത്തിന്റെ മായ മാത്രമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്നതും ആ ജലം തന്നെയാണ്. നമ്മൾ രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ മായുന്നതിന് കാരണവും ആ അമ്മയാണ്. അത് ബോധ്യം വന്നാൽ ഈ തർക്കമെല്ലാം അവസാനിക്കും. അതെ, അതായത് നമ്മൾ പിറന്ന നാടിനെ അമ്മയായി, മറ്റെങ്ങുമില്ലാത്തൊരു വൈഭവമാണ് ഈ പ്രദേശത്തിനുള്ളത്. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്രയും തീർത്ഥത്തിന് പ്രാധാന്യമുള്ള ഒരു ഭൂഖണ്ഡം ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശൈവ നിലയം ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ നിലയം പശ്ചിമഘട്ടമാണ്. ലോകത്തിലെ പാർവതി കൂടുകൂട്ടിയിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ മഹിയും ഹിമയും വസിക്കുന്ന, ലോകത്തിലെ സർവ്വജീവലോകത്തിനും വിലാസം തീർക്കുന്ന, സപ്തഭൂഖണ്ഡങ്ങളിലും സപ്തവർണ്ണത്തെ തീർക്കുന്ന, സപ്തസാഗരങ്ങളാൽ സപ്തസ്വരങ്ങളെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ആ ഹിമവാന്റെ പുത്രി തന്നെയാണ് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ മായ. ആ മായാദേവിയെ, ആ ജീവന്റെ സ്വരത്തെ ജനിപ്പിക്കുന്ന ആ വീണാപാണിയായിരിക്കുന്ന സരസ്വതിയെ നമുക്ക് ഭാരതി എന്ന് വിളിക്കാം. വേദം വ്യക്തമായി പറയുന്നുണ്ട്, വേദം ജനിച്ചപ്പോൾ മതചിന്തയല്ല, ശാസ്ത്രചിന്തയാണ്. ഭാരതത്തിന്റെ ശാസ്ത്രചിന്തയെ എടുത്ത് മതവുമായിട്ട് ആരും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഇതിനേക്കാളും വലിയ ജ്ഞാനം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും വേദപ്രമാണമായിട്ട് എടുക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഭാരതീയര്. അപ്പൊ നമ്മളുടെ ഈ മണ്ണാണ് ശിവൻ, ഈ മണ്ണാണ് മഹി, മഞ്ഞാണ് ഹിമ, ഈ മണ്ണാണ് ശിവൻ, ജലമാണ് പാർവതി. ജീവനെ പർവ്വതീകരിക്കുന്ന ആ പാർവതി, ആ പാർവതിയെ സംരക്ഷിക്കുവാൻ, അതിനെ പൗത്രീകരിക്കുവാൻ, ശിവന്റെ ഈ ദേശത്തിന്റെ, ഈ ദേഹത്തിന്റെ മുഴുവൻ വിഷാംശത്തെയും ശുദ്ധീകരിക്കുവാനുള്ള ശേഷിയുള്ള ആ പാർവതിയുടെ നാടാണ്, സ്വന്തം നാടാണ് ഭാരതം. അതുകൊണ്ടാണ് ഭാരതാംബ എന്ന് പറയുന്നത്. ഇതാണ് പരമമായിരിക്കുന്ന രഹസ്യം. ഇതാണ് അറിയേണ്ടത്, ഇതാണ് ജനം അറിയേണ്ടത്. ആ ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം സൂര്യവർണ്ണം തന്നെയാണ്, അത് കാവി തന്നെയാണ്. സപ്തവർണ്ണങ്ങളെ വിരിയിക്കുവാനുള്ള ശേഷിയുള്ള കാവി വർണ്ണം തന്നെയാണ് ഭാരതാംബയുടെ മുകളിൽ ഉദിച്ചു നിൽക്കേണ്ട ആ സൗര്യ സുന്ദരമായിട്ടുള്ള വർണ്ണം. ആ വർണ്ണം വിഭാഗീയത സൃഷ്ടിക്കുന്നതല്ല, ഒരിക്കലുമല്ല. മുഴുവൻ മൃത്യുഭാവങ്ങളെയും നീക്കുവാൻ ആകാശത്തിന് സരസ്വതി ഭാവത്തിൽ വീണാപാണിയായിരിക്കുന്ന സരസ്വതിയുടെ മാതൃഭാവം തീർക്കുവാൻ, ആകാശത്തെ ആലയമാക്കുവാനായിട്ട് ജനിച്ച വർണ്ണമാണ് സൂര്യന്റെ സപ്തവർണ്ണങ്ങൾ ചേർന്ന കാവ്യവർണ്ണം. അതാണ് ജീവനെ ജനിപ്പിക്കുന്ന വർണ്ണം. ജീവനെ ജനിപ്പിക്കുന്ന വർണ്ണമാണ് കാവി. മരണത്തിന് കാരണമായിരിക്കുന്ന വർണ്ണം ആകാശത്തിൻ്റെതാണ്. അഗ്നി കാവിയാണ്, അത് ജനന കാരണ ശക്തിയാണ്. ആകാശം ഡാർക്കാണ്, അത് മരണകാരണ ശക്തിയാണ്. അതുകൊണ്ടാണ് കറുത്ത തുണി നമ്മൾ മരിക്കുമ്പോൾ കുത്തുന്നത്. ജനിക്കുമ്പോൾ കാവിയും കുത്തും. കാവി രാഷ്ട്രീയപരമായിട്ട് എഴുതിത്തള്ളേണ്ട ഒരു വർണ്ണമല്ല. ഭാരതം ശാസ്ത്രചിന്തയിലാണ് ആ കാവി പതാക നെഞ്ചേറ്റുന്നത്. ഭാരതത്തിന്റെ മാതാവിന്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്ന ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കേണ്ടതും കറുത്ത തുണിയല്ല, കാവ്യവർണ്ണമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാം. വളരെ നന്ദിയുണ്ട് സന്തോഷി, വളരെ നന്ദിയുണ്ട്. ഭാരതാംബ എന്താണെന്ന് അങ്ങ് വളരെ വൃത്തിയായിട്ട് കൃത്യമായി വർണ്ണിച്ചു തന്നു, ഏതൊരാൾക്കും മനസ്സിലാവുന്നത് പോലെ. എന്താണ് ഭാരതാംബ, എന്താണ് കാവ്യവർണ്ണത്തിന്റെ അർത്ഥം, എന്തിനാണത് ഉപയോഗിക്കുന്നത്, നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഓരോ വ്യക്തിക്കും ഇത് അനുഭവയോഗ്യമായി അങ്ങയുടെ ഈ സംഭാഷണം തീർച്ചയായിട്ടും ഇത് വളരെ ഗുണം ചെയ്യും സന്തോഷി. വളരെ നന്ദിയുണ്ട്. എന്റെ ഈ വാക്കുകള് അല്ലെങ്കിൽ ഞാൻ പകർന്ന ഈ അറിവ് എന്റേതല്ല, ഇത് ഭാരതത്തിന്റെ വേദശാസ്ത്രമാണ്. ഈ അറിവുകളിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് വേണ്ടത്. ആരെയും സങ്കടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവല്ല ഇത്. വേദനകളെ മാറ്റുന്ന വേദമാണ് ഭാരതത്തിന്റെ വേദശാസ്ത്രം. ആ ശാസ്ത്രത്തിന്റെ ആ പൗരാണികതയിലെ വൈഭവത്തെ, ആ പൗരാണികമായി നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന വൈഭവത്തിന്റെ താളുകളിലും ഒളിഞ്ഞിരിക്കുന്ന അർത്ഥത്തെ നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കുവാനായിട്ട് കഴിയണം. എല്ലാവരും ശാസ്ത്രചിന്തയിലേക്ക് തിരിച്ചു വരണം. മതചിന്ത എന്ന് പറയുന്നത്
അഭിപ്രായം മാത്രമാണ്. അഭിപ്രായങ്ങളല്ല നമുക്ക് വേണ്ടത്, അറിവാണ് വേണ്ടത്. അഭിപ്രായം പറയുന്നവരല്ല, അറിവ് പറയുന്നവരാകാൻ, അറിവ് ഷെയർ ചെയ്യുന്നവരാവാൻ, അറിവിനെ നമസ്കരിക്കുന്നവരാവാനായിട്ട് നമ്മളുടെ ഓരോ കുഞ്ഞു കുട്ടികൾക്കും കഴിയണം. അറിവ് പറയുന്നവരാവാനായിട്ടാണ് മക്കൾ ശ്രമിക്കേണ്ടത്, അഭിപ്രായം പറയുന്നവരല്ല. അറിവാണ് നമ്മുടെ മക്കൾ സംസാരിക്കേണ്ടത്. അപ്പോ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട്, വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷം. നമസ്തേ. നമസ്തേ.